പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആരും തട്ടിമാറ്റി പോണ്ട. എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ മെസ്സേജ് നൽകുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ തട്ടിങ്ങൽ AMUP സ്കൂളിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ ബാക്കിലായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങള്, മാനേജ്മെന്റ്, അതേപോലെ തന്നെ PT അംഗങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങള് വാസയോഗ്യമല്ലാത്ത രീതിയിൽ നമ്മളെ ഭൂമിയെയും നമ്മളെ ജലാശയങ്ങളെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു വസ്തുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അപ്പൊ നമ്മൾ വലിച്ചെറിയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതോടൊപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഉപയോഗം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ AMUP സ്കൂളിലെ അധ്യാപകരും അതേപോലെ തന്നെ ഇതിന്റെ PT അംഗങ്ങളും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സൂരജ് മാഷിന് ഇതിന്റെ കോർഡിനേറ്റർ, അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ അപ്പൊ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട്, അതായത് ബോട്ടിൽ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസുകളെല്ലാം ഇവിടെ നിങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാം. ആദ്യമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മാനേജറിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണിത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു ലളിതമായ പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് വളരെ ദോഷകരമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനെങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം ഉരുതിരിഞ്ഞു വന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികളുടെ വീടുകളിലുള്ള പ്ലാസ്റ്റിക് ശേഖരിച്ചു. അതോടൊപ്പം തന്നെ 1 ലിറ്ററിന്റെ ബോട്ടില്, പ്ലാസ്റ്റിക്കിന്റെ 1 ലിറ്ററിന്റെ ബോട്ടില്, മിനറൽ ബോട്ടില് അതും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം 500ഓളം ബോട്ടിലുകളാണ് കുട്ടികൾ ശേഖരിച്ച് കൊണ്ടുവന്നത്. 1 ലിറ്ററിന്റെ ബോട്ടിലില് ഈ പ്ലാസ്റ്റിക് സഞ്ചികൾ, കവറുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് നിറയ്ക്കുകയാണ്. എന്നിട്ട് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കിപ്പോ മതിലുകള്, അതുപോലെ തന്നെ ചുമരുകൾ, ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇഷ്ടികയ്ക്ക് പകരം ഈ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് സൈഡ് കെട്ടുന്നു. അപ്പൊ ഈ നമ്മളെ ഇഷ്ടികയ്ക്കൊക്കെ പകരം അതെ ബ്രിക്സ് ആയിട്ട് ഇത് കെട്ടി പോകുന്നു. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ നിർമ്മിച്ചത്? ഈ കുപ്പിയിൽ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് നിർമ്മിക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഒരു ബോട്ടിലിൽ തന്നെ ഏകദേശം പ്ലാസ്റ്റിക് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റ് സമയമാണ് ഒരു ബോട്ടിൽ, അതായത് ഒരു ബ്രിക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ട സമയം എടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ, അതായത് ദിവസേന എന്നോണം PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഹനീഫിക്ക, PTA പ്രസിഡന്റായ നമ്മുടെ അഷ്റഫ് ഉസ്താദ്, നമ്മുടെ കണ്ണച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഹോരാത്ര പ്രയത്നം മൂലമാണ് ഇങ്ങനെ ഒരു ബ്രിക്സ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. അതായത് ഇവര് രാവിലെ വന്നിട്ട് ഏകദേശം ഒരു രാത്രി 9 മണി വരെ വിദ്യാലയത്തിലിരുന്ന് ഈ ബ്രിക്സ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് രക്ഷിതാക്കളും അവരുടെ വീടുകളിൽ ഈ സംഭവം നിർമ്മിച്ച് വിദ്യാലയത്തിൽ എത്തിക്കുകയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാതൃസംഘം പ്രസിഡന്റ് സുലേഖ ടീച്ചറിന്റെ നേതൃത്വത്തിലും രാവിലെ ഒരു 9:30 സമയത്ത് സുലേഖ ടീച്ചർ ഒരു സംഘം എത്തിയതിനു ശേഷം ഒരുപാട് ബ്രിക്സുകൾ 1 മണിക്കൂറിൽ മാക്സിമം 3 നിർമ്മിക്കാൻ പറ്റത്. അപ്പൊ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും ബ്രിക്സ് നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായത്. പിന്നെ ഇതിന്റെ നിർമ്മാണ മേഖലയിൽ നമ്മുടെ അഹോരാത്രം പ്രവർത്തിക്കുന്ന വേറൊരു വ്യക്തി കൂടിയുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ PM അബ്ദുൾ മജീദ് സാർ. മിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി ഇവിടെ വന്നിരുന്ന് നമ്മളോടൊപ്പം ഈ ബ്രിക്സ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ വിദ്യാലയത്തിലെ രക്ഷിതാക്കളെ സംബന്ധിച്ച്, എല്ലാവരെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനം കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3500ഓളം ബ്രിക്സുകളാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഏകദേശം തുടർച്ചയായിട്ട് ഒരു 2-3 മാസം പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ബ്രിക്സുകൾ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. വിജയിച്ചു കഴിഞ്ഞാൽ കേരളം മൊത്തം ലോകം മൊത്തം അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. അപ്പൊ മാഷ് പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ലാഭത്തിന് വേണ്ടി ചെയ്യണല്ലട്ടാ. കാരണം നമുക്കിപ്പോ താബൂക്കട്ട ഇറക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടിക ഇറക്കിയിട്ട് ചെയ്യണം വളരെ നിസ്സാര പരിപാടിയാണ്. ഇത് ഇത്ര ആൾക്കാര് ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് ഒരേ കുപ്പികളിൽ, ഒരേ ബോട്ടിലുകളിലൊക്കെ ഇത് നിറച്ചിട്ട് അവര് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മളെ നാടിന്റെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിനായിട്ട് പ്രയത്നിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ മാഷ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടാ. നമ്മിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങൾ കാണുന്ന ഓരോരുത്തരേക്കും ഈ ആശയം എത്തിക്കുകയും, മാഷ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്നല്ല ലോകത്തിലെല്ലായിടത്തും ഈ പ്ലാസ്റ്റിക് ഉപയോഗമുള്ളതാണ്. എല്ലാവർക്കും ഇത് മാതൃകയാക്കാവുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതിന് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ, ഘടകങ്ങൾ എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ള ആശയ സംവാദങ്ങളൊക്കെ നടത്തി
അതിനുള്ള ഒരുപാട് പ്രയത്നങ്ങളൊക്കെ ചെയ്ത് പൈസ ചെലവാക്കിയിട്ട് ഇത് നടത്തുന്നത്. അപ്പൊ ഇവിടുത്തെ മാനേജർ ആയിട്ടുള്ള അബ്ദുൽ മജീദ് സാറിന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് എത്തിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഈ നമ്മ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ വഴി കൂടി പോകുമ്പോൾ അത് പിടിച്ചിട്ട് നമ്മ വലിച്ചെറിയുന്ന ശീലമാണ് മലയാളികൾക്കുള്ളത്. അപ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി കുട്ടികളെ, നാളെ വളർന്നു വരുന്ന കുട്ടികൾക്കൊരു മെസ്സേജ് നൽകണ്. ഇത് നാളെ ഭൂമിക്ക് ദോഷമാണ്, അത് നിങ്ങൾ അവിടെ ഇടാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല പരിപാടികളൊക്കെ ചെയ്യുക എന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ്, ഇതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഇത് എക്കോബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇതിനായി പ്ലാസ്റ്റിക്കിൽ ബോട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് നിറച്ച് ഉണ്ടാക്കുന്നതിന് എക്കോബ്രിക്സ് എന്ന് പറയാം. ഇത് ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇത് ഈ പരിപാടി നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആഫ്രിക്കയിൽ സ്കൂൾ കെട്ടിടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഓർമ്മ എക്കോബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് എലിയാസ് ജോണിൻ്റെ നേതൃത്വത്തിൽ ഓർമ്മ എക്കോബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന തന്നെയുണ്ട്. അപ്പോൾ അത് വലിയതിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സാധാരണ അവർ ചെയ്യുന്നത് ഈ എക്കോബ്രിക്സ് ഉണ്ടാക്കിയിട്ട് ഇരിപ്പിടങ്ങളും ബാക്കിയുള്ള പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കലാണ്. അപ്പോഴാണ് ഞാനൊരു അക്വാപോണിക്സിനെ കണ്ടത്. ആ അക്വാപോണിക്സ് ഒരു ചങ്ങാതി ഉണ്ടാക്കിയത് കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് രണ്ടും കൂടി യോജിപ്പിക്കുകയാണെങ്കിൽ എക്കോബ്രിക്സ് കൊണ്ട് അക്വാപോണിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയും മീനും ഇതിൽ മത്സ്യം വളർത്തി ആ മത്സ്യവും ഇതിനുപയോഗിക്കും. കുട്ടികളുടെ ഭക്ഷണം കഴിക്കാം. അതെ, ഒരു മായവും ഇല്ലാത്ത നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതിന് ഒരുപാട് പൈസ ചെലവുണ്ട്, അതൊക്കെ ഇതിനുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് നല്ല നിലയ്ക്ക് സാധിക്കാതെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സാമ്പിളുകളും ഇന്ത്യൻ്റെ മൈരിനും ഇന്നോടത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു കൊടുത്ത് പുള്ളി വളരെ എക്സ്പെർട്ടായിട്ട് ആ പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി അത് ചെടി വളർത്താൻ, അതായത് പച്ചക്കറി വളർത്താനുള്ള ബെഡ് ഉണ്ടാക്കണം. ആ ബെഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിപ്പോൾ അടുത്ത ദിവസം കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഉദ്ഘാടനമൊക്കെ വെച്ച് ലോകത്തിലെല്ലാവരും അറിയിക്കും കേട്ടോ. താങ്ക് യു. ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക ടീച്ചർ വിരമിക്കാൻ നിൽക്കണ്ട, അപ്പൊ ടീച്ചറോട് ചോദിക്കാന്നാണ്. നമസ്കാരം. എക്കോബ്രിക്സുമായി ബന്ധപ്പെട്ട് ആദ്യമായി പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അബ്ദുൽ മജീദ് സാറാണ്. 2 വർഷമായി പറയുന്നു. ഇക്കൊല്ലമാണ് നമ്മളത് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശം എല്ലാ വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലുമൊക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അക്വാപോണിക്സ് എന്ന് വെച്ചാൽ സംയോജിത കൃഷിയാണ്. കൃഷി എന്ന് വെച്ചാൽ നമ്മൾക്ക് മീൻ വളർത്തുകയും ചെയ്യാം. അതിൻ്റെ കാഷ്ടം ഉപയോഗിച്ച് പച്ചക്കറി നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ കുട്ടികൾക്ക് നൽകുവാനും സാധിക്കും. വളരെ നല്ലൊരു സംരംഭമായി ഞാനിതിനെ കാണുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാ ടീച്ചേഴ്സും ഇതിനെ കാണുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റാഫും ഇതിൽ ഈ എക്കോബ്രിക്സ് നിർമ്മാണവുമായി പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു വൻ വിജയമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇദ്ദേഹം ഇവിടുത്തെ PTA പ്രസിഡന്റാണ്, അഷറഫാണ്, നമ്മളൊരു സുഹൃത്തു കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നടക്കാനായിട്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ടല്ലോ, അത്രത്തോളം ആൾക്കാരെ പ്രയത്നം ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ജൂലൈ 4 മുതൽ ആണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ നല്ലൊരു ശതമാനം വരുന്ന രക്ഷിതാക്കൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ തന്നെ ഇവിടെ എത്തിച്ചേരും. ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കാതെ പോലും ഇരുന്ന രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അവർ വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. ശക്തമായ മഴ സമയങ്ങളിലുണ്ടായ അവധി ദിവസങ്ങളിൽ അവരിവിടെ വന്ന് ഇത് നടക്കാനൊക്കെ വളരെയധികം ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ തന്നെ മാതൃസംഗമം പ്രസിഡന്റ് സുലേഖ ടീച്ചറുടെ നേതൃത്വത്തിൽ മാതൃസംഘം കമ്മിറ്റി, അതുപോലെ തന്നെ ക്ലാസ് PTA ചെയർപേഴ്സന്മാർ, മറ്റു രക്ഷിതാക്കൾ എല്ലാവരും ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണം. ബ്രിക്സ് എന്ന് പറഞ്ഞല്ല, ഇതെന്താ സംഭവം? ഇതേപോലത്തെ വാട്ടർ ബോട്ടിലില് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ നിറച്ചിട്ട് എടുത്തേക്കണേ ഇത്. അപ്പോ ഇവിടെ ഈ ബ്രിക്സ് കൊണ്ട് ഒരു 10-30 പില്ലറുകൾ നമ്മ ഇവിടെ പണിത് കൊടുക്കട്ടെ. ആ പണിത് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ട്രേലാണ് നമ്മ പച്ചക്കറി തൈകൾ വെക്കണത്. വിജയകരമായ രീതിയിൽ ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതും പിന്നെ അതേപോലെ തന്നെ ഇവിടെ പച്ചക്കറിയും കൂടി സമുന്നയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് ചെയ്യാൻ പോണ കേട്ടോ. അപ്പൊ അതിൽക്കുള്ള പച്ചക്കറി തൈ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓണത്തിനുള്ള ചെണ്ടുമല്ലി കൃഷി ഇവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൃഷിയുടെ ആയ
മഹത്വം എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലും വെണ്ടയും മറ്റുള്ളതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്, തക്കാളിയുടെ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്ന ട്രേ വെച്ചിട്ടുണ്ട്, അതിലാണ് വെക്കാൻ പോണത്. അപ്പൊ അത് വെക്കുമ്പോഴത്തേനും നല്ല രീതിയിലുള്ള ഒരു തൈകളായി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരുപാട് പച്ചക്കറിയുടെ തൈകൾ ഇവിടെ അപ്പുറത്തൊക്കെ ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളെ മക്കളിലും അതേപോലെ തന്നെ നമ്മളെ കുട്ടികളിലൊക്കെ ഇത് നല്ല ശീലങ്ങൾ, കൃഷി അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഒക്കെ ഒരു നല്ല ശൈലി അവരിലേക്ക് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റൂട്ടോ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ തട്ടുങ്ങ സ്കൂള്. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഈ സംരംഭം ഏതൊരു സ്കൂളിനും മാതൃകയാക്കാവുന്നൊരു സംരംഭം ഉണ്ട്. കാരണം ഒരുപാട് വലിയ സംരംഭങ്ങൾ നടത്താൻ പറ്റിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മളെ കേരളം സുന്ദരമാക്കി എടുക്കാം, ഗോഡ്സ് ഓൺ കൺട്രി ആക്കി എടുക്കാം. ആദ്യ സമയത്ത് ഇവർ നിറച്ചിരുന്നത് ഈ രീതിയിലാണ്. കാരണം ഇത് പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ കുത്തി നിറച്ചിട്ട്, അപ്പൊ ഇതിൽ നിറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കവറുകൾ ഇതിനുള്ളിലേക്ക് കയറ്റാനുള്ള പ്രയാസം കൊണ്ടാണ് ഇവര് ഇതേപോലെ കവറുകളൊക്കെ പൊടിച്ചെടുത്തിട്ട് ഇതിൽ നിറക്കണം കേട്ടോ. ഇതാകുമ്പോ എളുപ്പത്തിൽ ഇത് നിറക്കാനും പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇത് ടൈറ്റ് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ചേർന്ന് ഒരു കുപ്പി ടൈറ്റ് ചെയ്യുന്നത് കാണിച്ചു തരും. എങ്ങനെയാണ് ഇതിൽ നിറക്കണത്, അതിന് എന്തോടത്തോളം ഇത് വേണമെന്ന് കാണിച്ചു തരും. ചേർന്ന് ഇപ്പൊ കുറെ നാളായിട്ട് നിറക്കണത് കാരണം കുറച്ച് ഇത്തിരി സ്പീഡിൽ നിറക്കും. കാരണം സാധാരണ സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നിറക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അരമണിക്കൂറോളം സമയം എടുക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വിരൽ വെച്ച് തള്ളിക്കയറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഓരോരുത്തർ, ഇത് ഒരു കുപ്പി ഒന്നല്ല ഇട്ടത്, 500 കുപ്പിയിൽ മേലെ ഇവിടെ നിറച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോരുത്തരും ഇരുന്ന് നിറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ ഇത് ടൈറ്റ് ചെയ്യണം, എന്നാലോ നമ്മൾക്ക് ഇത് നല്ല ഉപയോഗപ്രദമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ മാതൃസംഗമത്തിന്റെ ടീച്ചർ സുലേഖ ടീച്ചറാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി. ടീച്ചറിന് എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികളൊക്കെ നടത്തണം. ഇതേപോലെ കുപ്പികളിൽ നിറച്ചതിന് ശേഷം വടി വെച്ച് നല്ല ടൈറ്റ് ചെയ്തിട്ട് നിറക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കുപ്പി ഉപയോഗപ്പെടൂല. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഉപയോഗമില്ലാണ്ട് പോകും. അത് ഒരു സ്കൂളിന് മാത്രമല്ല കേട്ടോ, ഓരോ വ്യക്തികൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് കേട്ടോ. ടീച്ചറെ, ഇത് ഇപ്പൊ നിങ്ങൾ കുറെ ദിവസമായില്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പൊ നമ്മൾക്ക് കാര്യം ആദ്യം തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് നിറച്ചു കഴിയുമ്പോ കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അതൊന്നും വകവെക്കാണ്ട് ഈ ഒരു സംരംഭം വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അപ്പൊ ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും നമ്മൾ ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കണം. ഓരോ അമ്മമാർക്കൊക്കെ ചിലവർക്കൊക്കെ ഒരു മടിയാണ്. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ ദിവസവും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മഹത്തായ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ള ഇത് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വയ്യാത്ത ഒരാളാണ്, എന്നാലും ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വന്ന് ചെയ്യാറുണ്ട്. ടീച്ചർ പറഞ്ഞിട്ടില്ല, അപ്പൊ ടീച്ചർക്ക് വയ്യായിക ഉണ്ടായിട്ട് പോലും ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ടീച്ചർ പ്രയത്നിച്ചേട്ടാ. അപ്പൊ നമ്മള് ഇത് ബ്രിക്സ് ഉണ്ടാക്കണതും കണ്ട്, ബ്രിക്സ് ഉണ്ടാക്കിയതും കണ്ട്, അക്വാപോണിക്സ് സിസ്റ്റം ഈ ബ്രിക്സുകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കൂടി നമുക്ക് കാണാട്ടോ. ഇതാണ് ട്ടാ അക്വാപോണിക്സ് സിസ്റ്റം ഉണ്ടാക്കണതാണ്. ഇതിലാണ് നമ്മൾ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള കുപ്പികൾ ഇങ്ങനെ നമ്മൾ നിരത്തി വെച്ചിട്ട് ഇതിൽ കോൺക്രീറ്റ് ആണ്, അതായത് ബേബി മെറ്റല് സിമെന്റും മണലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് കുപ്പികൾ ഇപ്പൊ തന്നെ 100-300 കുപ്പികളിൽ മേലെ ഈ രണ്ട് സൈഡും നമ്മ പണിതിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുപ്പികളൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മ ഇതിന്റെ പരിക്കം വെച്ച് സിമെന്റ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്യും കേട്ടോ. കവർ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിലുള്ള മീൻ വളർത്തുമ്പോഴുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ചു കളയാൻ വേണ്ടിയിട്ട് സെൻട്രിയിൽ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മോട്ടർ വെച്ചിട്ട് വേസ്റ്റുകൾ വലിച്ച് കളയാൻ പറ്റും. അതേപോലെ തന്നെ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഈ മീനിന്റെ കാഷ്ടവും മറ്റും വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മ ഈ പൈപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ പൂർണ്ണമായി ഇത് പണി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ നമ്മൾ ഇതിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
അപ്പൊ ഇതിന്റെ നിർമ്മാണ രീതി ഉണ്ട്. ഇതേപോലെ ബ്രിക്സുകൾ വെച്ച് ടൈറ്റ് ചെയ്ത് കോൺക്രീറ്റ് കൊണ്ട് ടൈറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ പിന്നെയും കോൺക്രീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ പിന്നെ ഇതേപോലെ ബ്രിക്സുകൾ വെച്ചിട്ട് ഒരു 6 വരിക്ക് പൊക്കും. അപ്പൊ ഏകദേശം 2 അടി ഹൈറ്റ് കിട്ടൂട്ടാ. ഇത് നിർമ്മിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് സൈഡൊക്കെ ഷീറ്റ് അടിച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കാണ് ശരിക്കും ഈ എക്കോ ബ്രിക്സ് കൊണ്ടുള്ള പണി നടത്തണത് കേട്ടോ. നമ്മളെ ഭൂമിയിൽ തള്ളപ്പെടാവുന്ന ഈ വേസ്റ്റുകളാണ് ഈ കാണുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ കാണുന്നത്. ഇനി ഇത് 1 ടൈം യൂസിങ് ഈ കുപ്പികളൊക്കെ ഇത് രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ആ കുപ്പികള് ഇവിടെ ഭൂമിയിൽ തന്നെ അവിടെ കിടന്ന് ഭൂമിക്ക് ഒരു വളരെ വലിയ വിപത്തായി മാറും. അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവര് ചെയ്യണത്. അപ്പൊ ഇതൊരു മാതൃകയാക്കാം. സ്കൂളുകൾക്ക്, സംഘടനകൾക്ക്, ക്ലബുകൾക്കൊക്കെ ഇതൊരു മാതൃകയാക്കാവുന്ന ഒരു ബൃഹത്തായ പദ്ധതിന്. അപ്പൊ ഇത് വെറുതെ പണിയല്ല. ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇതില് നല്ല ഇനത്തിലുള്ള മീനുകളെ വളർത്തി ഇതിൽ നിന്നും വേസ്റ്റുകൾ അടിച്ച് പച്ചക്കറികൾക്ക് അടിച്ച് കയറ്റ വെള്ളം അതിന്റെ ഗ്രാവിറ്റിയിൽ വീണ്ടും വെള്ളം ഇതിൽ തന്നെ വരൂട്ടാ. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവർ ചെയ്യണത്. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്ത് വീഡിയോ എടുത്തങ്ങായിട്ട് നമുക്ക് വിടണമായിരിക്കും. ഇതുപോലുള്ള നല്ല നല്ല മാതൃകാപരമായിട്ടുള്ള ഈ പദ്ധതികൾക്കൊക്കെ പ്രചോദനം നൽകേണ്ടത് വളരെ വലിയ ആവശ്യമുണ്ടാകും. കാരണം നമ്മളെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറകൾക്ക് ഇനി നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വെള്ളം കുടിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ ഇതുപോലുള്ള മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കപ്പെടാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. നല്ല നല്ല വീഡിയോകളുണ്ട്. അത് മാത്രമല്ല കേട്ടാ, കുട്ടികളുടെ പഠനത്തോടൊപ്പം അവർക്ക് നല്ല സ്വഭാവങ്ങൾ വളർത്തി കൊടുക്കുക, നല്ല മാതൃകാപരമായിട്ടുള്ള രീതിയിൽ അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശ ലക്ഷ്യം. അത് ഓരോ സ്കൂളിന്റെയും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓരോ സ്കൂളും ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? പ്രാവർത്തികമാക്കുന്നവരിലാണ് പോയിന്റ് കിടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.